മേടരാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴികയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? മേടരാശിയിൽ വിദ്യാർത്ഥികൾക്ക് ആശയപരമായ ശത്രുവാണ് ശുക്രൻ്റെ ക്ഷേത്രമാണ് ഇടവം. ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് വ്യാജഗ്രഹം, അതായത് ഗുരു പ്രവേശിക്കുകയാണ്. ഗുരുവും ശുക്രനും ആശയപരമായി രണ്ട് തട്ടിൽ നിൽക്കുന്നവരാണ്. ഇവർ ഏകോപിപ്പിക്കും മാത്രമാണ് ഒരു ഗുണം കിട്ടുന്നത്. പ്രത്യേക പൊതുക്കാര്യങ്ങളിൽ മാത്രം ഇവരൊന്നിക്കുകയും വ്യക്തിപരമായിട്ട് ഇവർ രണ്ട് അഭിപ്രായത്തിൽ നിൽക്കുകയും ചെയ്യും. ചില പൊതു നന്മയ്ക്ക് വേണ്ടി മാത്രം ഇവരൊന്നിക്കുന്നു. ബാക്കി കാര്യങ്ങളിൽ ഇവർ വിഘടിച്ച് നിൽക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ രാശിപ്പെട്ട ജാതി, മത, വർഗവർണ്ണ, പ്രായ വ്യത്യാസമന്യേ, സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ വിദ്യാർത്ഥികൾക്ക് അവരെ പഠിത്തം വരുന്ന ഈ വർഷം ഒന്നുമല്ലെങ്കിൽ സിലബസിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ അധ്യയനത്തിൽ നിന്ന് വ്യത്യസ്തമായ പഠന വിഷയങ്ങൾ, പഠന മാർഗങ്ങൾ, അതുപോലെ തന്നെ പരീക്ഷാ മാർഗങ്ങൾ, എന്തിലും ഒരു പുതുമ തോന്നിപ്പിക്കത്തക്ക രീതിയിൽ പ്രാരംഭത്തിൽ തടസ്സമോ ദുരിതമോ എന്ന് തോന്നിപ്പിക്കാവുന്ന അവസ്ഥ വിദ്യാർത്ഥികൾക്കുണ്ടാവും. കുറെ ശീലിച്ചു കഴിഞ്ഞാൽ അത് സുഗമമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പൊതുവെ അത്ര ഈസി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വിദ്യാർത്ഥികൾ കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. നിലവിലുള്ളതിൽ നിന്നും ആ നിലവിലുള്ള മാർക്കുകൾ നിലനിർത്താനായി വളരെയധികം പ്രാക്ടിക്കൽ നോളജ് വേണ്ടി വരുന്നു എന്നാണ് അർത്ഥം. അടുത്തത് ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അല്ലേ? ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരിശീലനം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കണ്ടെത്തിയിട്ട് ജോലി സ്ഥിരത എന്നുള്ളൊരവസ്ഥയിലേക്ക് തൊഴിൽ തരുന്നവർ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആരാണോ തൊഴിൽ തരുന്നത് അവരിൽ നിന്ന് ചില പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാവും. കാരണം ഈ ജോലി ഏൽപ്പിച്ചാൽ ഇതിൽ നിന്നും കമ്പനിക്ക് ലാഭമുണ്ടാകുമോ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് നടക്കുമോ എന്നുള്ളതൊക്കെ സ്വാഭാവികപരമായിട്ട് ഇതെല്ലാവരും ചിന്തിക്കുന്നതാണ്. എങ്കിലും ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതലായി ആ ചെയ്യാൻ പോകുന്ന ജോലിയേക്കാൾ ഉപരിയായി മറ്റെന്തൊക്കെയോ കൂടുതൽ വിഷയങ്ങൾ തൊഴിൽ ചെയ്യേണ്ടതായി വരുന്നു അഡീഷണലായിട്ട് എന്നാണ്. എങ്കിൽ മാത്രമേ ഈ തൊഴിൽ ഒരു സ്ഥിരീകരണവും തൊഴിലിൽ അധികാരികൾ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് ഏതെങ്കിലും പുതിയ സർട്ടിഫിക്കറ്റുകളോ അല്ലെ പുതിയ തൊഴിൽ പ്രാക്ടീസുകൾ, ഇപ്പം 3 കൊല്ലം വേണ്ടത് 5 കൊല്ലെന്നോ 10 കൊല്ലെന്നോ, അല്ലെങ്കിൽ പ്രാക്ടീസ് ഇത്ര വർഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു പുതുക്കിയ നിയമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഓർഡറുകൾക്കാൾ ഉപരി പുതിയ വ്യവസ്ഥകൾ ഉണ്ടാകുകയും ആ വിഷമം പിടിച്ച വ്യവസ്ഥകളായിരിക്കും. ആ വിഷമം പിടിച്ച വ്യവസ്ഥകളുടെ ഉണ്ടെങ്കിൽ മാത്രമേ വെളിയിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് പോലെയുള്ളതൊക്കെ കിട്ടണമെങ്കിലും പുതിയ വ്യവസ്ഥകളും, ലൈസൻസ് കിട്ടണമെങ്കിൽ പുതിയ വ്യവസ്ഥകളും, വീട് കിട്ടണമെങ്കിൽ പുതിയ അവസ്ഥകളും, അതുപോലെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ജോലി ചെയ്യുകയോ ഇരട്ടിക്ക് തുല്യമായ കഷ്ടപ്പാടുകളോ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടാവും. പൊതുവെ തൃപ്തികരം എങ്കിൽ മാത്രം മുന്നോട്ട് പോകാം എന്നുള്ളൊരു നിലയിലേക്കൊരു ഓർഡർ ഇതിന് മേൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ രാശിപ്പെട്ടവർക്ക്, വിദേശത്തേക്ക് പോകുന്നവർക്ക് കൂടുതലായി ചില പ്രതീക്ഷകൾ വേണം, ചില മുൻകരുതലുകൾ വേണം, ചില പേപ്പേഴ്സുകൾ വേണം, ചില പ്രാക്ടിക്കൽ നോളജുകൾ വേണം, മുൻകാല പ്രാബല്യം കൂടുതലായിട്ട് വേണം, കൂടുതൽ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. കലാരംഗത്തും കായിക രംഗത്തും ഉള്ളവർ, അവർക്ക് അവസരങ്ങൾ കിട്ടിയാൽ തന്നെ പ്രതിഫലം ഈ പറയുന്ന പോലെ ആദ്യം പറഞ്ഞ് സമ്മേളിച്ച പ്രതിഫലം കിട്ടണമെന്നില്ല. അഥവാ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ എഗ്രിമെൻ്റ് ചെയ്തതിനും പ്രകാരമുള്ള അഭിവൃദ്ധിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനമോ ഇവരിൽ നിന്നും തൊഴിൽ തരുന്ന അല്ലെങ്കിൽ ചാൻസ് തരുന്നവർക്ക് കണ്ടെത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ മുഴുവൻ തുകയും അർഹതയും അവാർഡും കഴിവും യോഗ്യതയും കിട്ടത്തുള്ളൂ.
പരീക്ഷണ ഘട്ടത്തിലായിരിക്കും എന്നർത്ഥം കായിക രംഗത്തും കലാരംഗത്തും ഉള്ളവർക്ക്. അത് കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ പരീക്ഷണങ്ങളുണ്ടാവും. അത്ര ഈസിയല്ല. ഇരട്ടിക്കിരട്ടി കഴിവുകൾ എല്ലാ രംഗത്തും അവർ കാണിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് ശത്രുവും മിത്രവും കൂടെ അംഗീകരിച്ചെങ്കിലേ അവാർഡ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു രംഗത്തേക്ക് വരും. ഇപ്പോൾ അതല്ല, മിത്രം മാത്രം അംഗീകരിച്ചാൽ മതി. കുറച്ച് പേര് അംഗീകരിച്ചാൽ അത് കയറിപ്പോവും. അത് പോരാ. എതിരാളികളുടെ അഭിപ്രായവും കൂടെ കാരണം എതിർ രാശിയിലേക്കാണ് നിൽക്കുന്നത്. എതിരാളികളും കൂടി അനുകൂലിക്കണം. കൂടുതൽ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു കായിക കലാരംഗത്തുള്ളവർ. എങ്കിലേ പഴയ മൂല്യം, വേതനം, പേര്, പ്രശംസ, അവാർഡ്, അംഗീകാരം എന്നിവ ലഭ്യമാകുകയുള്ളൂ. ശർമാജി, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും ഉണ്ടാവുമല്ലോ? ജനറലായിട്ട് ഒരു കുറച്ച് കാഠിന്യങ്ങൾ കുറയാനുള്ള പോംവഴികളുണ്ട്. പോംവഴികൾ എന്ന് പറഞ്ഞാൽ ആ വ്യാഴഗ്രഹത്തെ അല്ലെങ്കിൽ ആ ശുക്രഗ്രഹത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ദേഷ്യപ്പെട്ട് വരുന്ന അല്ല ദേഷ്യത്തിലേക്ക് നയിക്കുന്ന ആ ശുക്രനെ സാന്ത്വനപ്പെടുത്തണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം, പുഷ്പാർച്ചനകൾ, അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശുക്രന് ഹിമകുന്തുമണാളാഭം ദൈത്യാനം പരമംഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എന്ന ശുക്രൻ്റെ സ്തോത്രങ്ങൾ കൊണ്ട് 108 പുഷ്പാർച്ചനകൾ ചെയ്യുക. അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജകൾ ചെയ്യുക, ലക്ഷ്മി ഹോമാദികൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. കാഠിന്യങ്ങൾ കുറയും. എന്തായിരുന്നാലും ഇത് കുറേ എഫക്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണല്ലോ ശത്രുക്ഷേത്രത്തിലേക്ക് വ്യാഴഗ്രഹം പ്രവേശിക്കുന്നത്. അപ്പോൾ അതിനൊരു മുൻകൂർ ജാമ്യം പോലെ കുറച്ചൊരു കാഠിന്യം കുറയ്ക്കാനായിട്ട് ഈ ശുക്രനെ സ്തുതിക്കുന്ന കൊണ്ടും പൂജിക്കുന്ന കൊണ്ടും ജപിക്കുന്ന കൊണ്ടും പുഷ്പാർച്ചനകൾ കൊണ്ടും ലക്ഷ്മി ഹോമാദികൾ കൊണ്ടും വെള്ളിയാഴ്ച ഒരുക്കൽ കൊണ്ടും സാധിക്കും.